സർവീസ് സെൻറ്റർ അവൈലബിൾ ആണോ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒരുപാട് ഇഷ്യൂ ഉണ്ടായ ഒരു കാര്യമാണ്. സഞ്ജു ടെക്കി എന്ന് പറയുന്ന യൂട്യൂബറിൻ്റെ, ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒക്കെ കാണുന്ന ഒരാളാണ്. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെയൊക്കെ ജീവിതത്തിലെ വലിയൊരു സ്വപ്നമാണ് ഒരു വീട് വെക്കുക, അതിനുശേഷം പിന്നീട് പുതിയൊരു വണ്ടി മേടിക്കുക. വണ്ടി മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുമ്പോൾ തന്നെ കണ്ണും പൂട്ടിപ്പോയി വാഹനം മേടിക്കുന്ന ഒരു രീതിയാണ് നമ്മളിൽ പല ആൾക്കാർക്കും ഉള്ളത്. ഞാനും ആ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പുതിയൊരു വാഹനം മേടിക്കുമ്പോൾ പ്രധാനമായിട്ടും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരുപാട് പേരിൽ നിന്ന് കളക്ട് ചെയ്ത ചില ഇൻഫർമേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പുതിയ വാഹനം മേടിക്കാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഒരു വാഹനം മേടിക്കാൻ ശ്രമിക്കുക. ഒന്നാമത്തെ പോയിന്റ്, നമ്മുടെ ഉപയോഗം മനസ്സിലാക്കി ഒരു വാഹനം മേടിക്കുക. നമ്മൾ ചെറിയൊരു ഫാമിലി ആണെങ്കിൽ അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു വാഹനം, വലിയ ഫാമിലി ആണെങ്കിൽ അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു വാഹനം. അതോടൊപ്പം തന്നെ ഒരു മാസം നമ്മൾ എത്ര കിലോമീറ്റർ യാത്ര ചെയ്യുന്നുണ്ട്, യാത്ര ദൂരം കൂടുതലാണ്, കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അനുയോജ്യമായിട്ട് കിലോമീറ്റർ കിട്ടുന്ന ഒരു വാഹനം സെലക്ട് ചെയ്യുക. ഇനി രണ്ടാമത്തെ പോയിന്റ് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. അതായത് ഒരു വാഹനം മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുമ്പോൾ നമുക്കുള്ള ഒരു കൺഫ്യൂഷനാണ്, പെട്രോൾ വണ്ടി മേടിക്കണോ ഡീസൽ വണ്ടി മേടിക്കണോ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ആദ്യം പറഞ്ഞ ഒരു പോയിന്റിലെ ഒരു കാര്യം പറയുകയാണ്. നമ്മുടെ യാത്ര ദീർഘദൂരമാണ്, നമുക്കൊരു മാസം ഒരുപാട് കിലോമീറ്റർ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരു 2000 കിലോമീറ്റർ 3000 കിലോമീറ്റർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഒരു യാത്രയാണ് നമുക്ക് വാഹനത്തിന് വരുന്നതെങ്കിൽ എപ്പോഴും നമ്മൾ ഒരു ഡീസൽ വാഹനം നോക്കുന്നതാണ് നല്ലത്. എന്നാൽ നമ്മുടെ ഒരു യാത്ര ഒരു 1500 കിലോമീറ്റർ അതിന് താഴെയൊക്കെയാണ് ഒരു മാസം യാത്ര ചെയ്യുന്നതെങ്കിൽ എപ്പോഴും ഒരു പെട്രോൾ വാഹനം നോക്കുന്നതാണ് വളരെ നല്ലത്. അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ എ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു വാഹനം മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. അതിന് പെട്രോളും ഡീസലും വേരിയൻ്റ് ഉണ്ടെങ്കിൽ എപ്പോഴും ഡീസൽ വേരിയൻറ്റിന് വില കൂടുതലായിരിക്കും, പെട്രോളിന് വില കുറവായിരിക്കും. അതായത് ഡീസലിന് ഏകദേശം പ്രൈസ് വരുന്നത് ഏകദേശം ഒരു പെട്രോൾ കാറിനെ അപേക്ഷിച്ച് ഒരു 1 ലക്ഷം രൂപയെങ്കിലും ആ ഒരു ബ്രാൻഡിന്, അതായത് സെയിം ബ്രാൻഡിന് ഒരു വില വ്യത്യാസം വരാനുള്ള സാധ്യതകൾ കൂടുതലാണെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ പോയിന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. റീസെയിൽ വാല്യൂ ഉള്ള ഒരു വാഹനം മേടിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. കാരണം മറ്റൊന്നുമല്ല, നമ്മളൊരു വാഹനം ഒരു 3 കൊല്ലം മുതൽ ഒരു 6 കൊല്ലം 5 കൊല്ലമൊക്കെയാണ് നമ്മൾ പുതിയൊരു വാഹനം മേടിച്ചിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വാഹനം കൊടുക്കുന്ന അവസരങ്ങളിൽ നമുക്കൊരു നല്ല രീതിയിലുള്ള ഒരു പ്രൈസ് നമുക്ക് ലഭിക്കണം. അപ്പോൾ അതിനെപ്പോഴും ഒരു നല്ലൊരു ബ്രാൻഡിൻ്റെ ഒരു വാഹനം മേടിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ അത്യാവശ്യം ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും, ഇന്നൊരു ബ്രാൻഡിൻ്റെ വാഹനം നമ്മൾ മേടിച്ചാൽ നമ്മൾ പിന്നീട് നമ്മൾ കൊടുക്കുന്ന അവസരങ്ങളിൽ അതിന് റീസെയിൽ വാല്യൂ കിട്ടാൻ സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കി ഒരു വാഹനം മേടിക്കുക. ഇനി അല്ല നമ്മളൊരു 10 കൊല്ലമൊക്കെയാണ് ഒരു വണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വേറൊരു തരത്തിലുള്ള പ്രോബ്ലവുമില്ല. നമ്മൾ കിട്ടുന്ന വിലയ്ക്ക് ഒരു 10 കൊല്ലം കഴിയുമ്പോൾ വാഹനം കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ റീസെയിൽ വാല്യൂ നോക്കുക. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, നിങ്ങളൊരു വണ്ടി മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുമ്പോൾ ഒരു വിശ്വസ്തമായ കമ്പനിയുടെ ഒരു വണ്ടി മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുക. നമുക്ക് അറിയാം നമ്മുടെ ഇന്ത്യൻ നിരത്തുകളിലുള്ള കമ്പനികൾ ഏതൊക്കെയാണ്, വിദേശ കമ്പനികൾ ഏതൊക്കെയാണ്. ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ യൂട്യൂബിൽ വീഡിയോകൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഏതെങ്കിലും ഒരു കമ്പനിയുടെ വണ്ടി ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് പോയി മേടിക്കാൻ നിങ്ങൾ ഒരു കാരണവശാലും നോക്കരുത്. ഇനി നാലാമത്തെ ഒരു പോയിന്റ്, സർവീസ് സെൻറ്റർ അവൈലബിൾ ആണോ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒരുപാട് ഇഷ്യൂ ഉണ്ടായ ഒരു കാര്യമാണ്. സഞ്ജു ടെക്കി എന്ന് പറയുന്ന യൂട്യൂബറിൻ്റെ, ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒക്കെ കാണുന്ന ഒരാളാണ്, സ്ഥിരമായിട്ട് കാണുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്കറിയാം. അദ്ദേഹം ഒരു വണ്ടി മേടിച്ചിട്ട് സർവീസ് സെൻറ്ററിൻ്റെ പ്രോബ്ലം മൂലം അദ്ദേഹത്തിന് വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് നന്നാക്കി കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു. അതിനുശേഷം അദ്ദേഹം മറ്റൊരു സർവീസ് സെൻറ്ററുമായിട്ട് സമീപിച്ചിട്ടാണ് വാഹനം റെഡിയാക്കിയെടുത്തത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രോബ്ലങ്ങളൊക്കെ നമുക്കുണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വാഹനം എടുക്കുമ്പോൾ തന്നെ കൃത്യമായിട്ടും ആ വാഹനത്തിനുള്ള സർവീസ് സെൻറ്റർ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത്, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിനടുത്ത് അവൈലബിൾ ആണോ, ആ സർവീസ് സെൻറ്റർ എത്ര കാലമായിട്ട് അവിടെ പ്രവർത്തിക്കുന്നു, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ കൃത്യമായിട്ടും അറിവുള്ളവരാണോ, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നിങ്ങളൊരു വാഹനം മേടിക്കാവുള്ളൂ. കാരണം മറ്റൊന്നുമല്ല, ഒരു വണ്ടി നമ്മൾ മേടിച്ചു, നല്ലൊരു ബ്രാൻഡിൻ്റെ വാഹനം മേടിച്ചു, പിന്നീട് വണ്ടി നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അതൊന്ന് റെഡിയാക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ, ദീർഘദൂരമൊക്കെ പോയി മറ്റൊരു സ്ഥലത്ത് പോയി റെഡിയാക്കേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ട് തന്നെ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. ഇനി അഞ്ചാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റാണ്. നമ്മൾ വണ്ടി മേടിക്കുമ്പോൾ എപ്പോഴും
ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് മാത്രമേ ഒരു വാഹനം മേടിക്കാൻ പാടുള്ളൂ. കാരണം ഓരോരുത്തരുടെയും വാഹനം ഓടിക്കുന്ന, വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ഇഷ്ടങ്ങൾ പലതാണ്. അപ്പോൾ നമ്മളൊരു വാഹനം കണ്ടു, അതിനകത്ത് യാത്ര ചെയ്തു, വാഹനം ഒന്ന് ഓടിച്ചു നോക്കിയപ്പോൾ നമുക്ക് കുഴപ്പമില്ല, നമുക്കത് കംഫർട്ടാണെന്ന് തോന്നിയാൽ അങ്ങനെ ഒരു വാഹനം മേടിക്കുക. മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ട് വണ്ടി മേടിക്കാതിരിക്കുക. ടെസ്റ്റ് ഡ്രൈവ് കൃത്യമായിട്ട് ചെയ്ത് നോക്കുക. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വണ്ടിയുടെ സേഫ്റ്റിയുടെ കാര്യങ്ങളും മറ്റ് വരുന്ന ഫീച്ചറുകളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ നോക്കി, നമ്മളോടൊപ്പം വരുന്ന ആളോട് നോക്കി കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇനി 6ാമത്തെ പോയിന്റ്, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ വണ്ടിയുടെ പ്രൈസ് കൃത്യമായിട്ടും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക. എത്ര രൂപയാണ് വണ്ടിക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത്, അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഓഫറുകളുണ്ടോ, കൃത്യമായിട്ടും വാഹനത്തിൻ്റെ ബില്ലിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. എന്തൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ടും വരുന്നു എന്ന് ചോദിച്ച് മനസ്സിലാക്കി, നിങ്ങൾക്ക് ആവശ്യം ഇല്ലാത്ത ഏതെങ്കിലും ഘടകങ്ങൾ ആ ഒരു ബില്ലിൽ, ആ ഒരു എസ്റ്റിമേറ്റിൽ വരുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ കൃത്യമായിട്ടും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വാഹനത്തിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ നിങ്ങൾ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന വണ്ടി നേരിട്ട് പോയി കാണുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന് PDI എന്നാണ് പറയുന്നത്, അതായത് പേ ഡെലിവറി ഇൻസ്പെക്ഷൻ. അതായത് നമ്മളൊരു വാഹനം മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു, ആ വണ്ടി നമുക്ക് പോയി ഒന്ന് കണ്ട്, വാഹനമെല്ലാം ഒന്ന് ഡോറൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് വാഹനത്തിൻ്റെ ഉള്ളെല്ലാം ഒന്ന് കണ്ട്, അതോടൊപ്പം തന്നെ വാഹനത്തിൻ്റെ അടിഭാഗവും 4 ടയറിൻ്റെ അടിഭാഗങ്ങളും ആ ഒരു ഏരിയ എല്ലാം നമ്മൾ കൃത്യമായിട്ടും ചെക്ക് ചെയ്ത്, ബോണറ്റൊക്കെ ഓപ്പൺ ചെയ്ത്, എൻജിൻ ബേ എല്ലാം ഒന്ന് ക്ലിയർ ആയിട്ട് നോക്കി, നിങ്ങൾ മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു വാഹനത്തെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി ഇട്ട് വേണം നിങ്ങൾ പിന്നീട് വാഹനം മേടിക്കാനായിട്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, നന്നായിട്ട് വാഹനം ഉപയോഗിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ വാഹനത്തെക്കുറിച്ചുള്ള ഒരു അറിവുള്ള ഒരാളെയും കൂടെ കൂട്ടത്തിൽ കൊണ്ടുപോയി വാഹനം നോക്കിയതിന് ശേഷം പിന്നെ ചെയ്യേണ്ടത്, നിങ്ങൾ കണ്ട വാഹനത്തിൻ്റെ എൻജിൻ നമ്പറും ചേസ് നമ്പറും നിങ്ങൾ ഒന്ന് ഫോട്ടോ എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ ഒന്ന് വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്ത് വെക്കുകയോ ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്. പിന്നെ നമുക്ക് ഡെലിവറി ചെയ്തു വരുന്ന വാഹനം മാറിപ്പോകാതിരിക്കാനായിട്ടാണ് നിങ്ങളിത് ചെയ്യേണ്ടത്. ഇനി മറ്റൊരു പോയിന്റ്, വാഹനത്തിൻ്റെ ഇൻഷുറൻസിനെ കുറിച്ച് മനസ്സിലാക്കുക. നമുക്ക് ഇൻഷുറൻസ് നിലവിൽ ഡീലർമാരിൽ നിന്ന് ലഭിക്കുന്നതാണ്, അതോടൊപ്പം തന്നെ നമുക്ക് വെളിയിൽ നിന്നും ഇൻഷുറൻസ് എടുക്കാൻ കഴിയുന്നതാണ്. എവിടെയാണ് നമുക്ക് ലാഭകരം എന്ന് നോക്കി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുവാനായിട്ട് ശ്രമിക്കുക. ഹാൻഡിലിംഗ് ചാർജ് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. അതായത് വാഹനം നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് വാഹനം കൊണ്ടുതരുമ്പോൾ ബില്ലിൽ ഈ ഹാൻഡിലിംഗ് ചാർജും കൂടെ വരാറുണ്ട് പലപ്പോഴും. എന്നാൽ അത് ഒരു കാരണവശാലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല, നിയമവിരുദ്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഹാൻഡിലിംഗ് ചാർജ് അവർ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കി തരാനായിട്ട് കൃത്യമായിട്ട് അവരോട് അത് നിങ്ങൾ പറയുക. അത് ഒരു കാരണവശാലും ഒരു വാഹനം മേടിക്കുമ്പോൾ ഉള്ള ഒരു കാര്യമല്ല, ഇത് നിങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കുക. അപ്പോൾ ഒരു പുതിയ വണ്ടി മേടിക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കണ്ണും പൂട്ടിപ്പോയി ഒരു വണ്ടി മേടിക്കരുത്. മേടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പിന്നീട് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് വാഹനം പുതിയതായിട്ട് മേടിക്കുന്നവർക്ക് ഗുണമായെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ മറക്കാതെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് വീണ്ടും ലഭിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. പുതിയതായിട്ട് വാഹനം മേടിക്കുന്നവരിലേക്ക് ഈ വീഡിയോ ഒന്ന് നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.